നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ, അതായത് തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ വാടക വീട്ടിലെത്തിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു കപ്പ് എടുക്കട്ടെ, കപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചുവന്ന ചായക്കപ്പ് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു പരിഹാസക്കുറിപ്പാണ് എന്നത് വ്യക്തമാണ്. കാരണം നമുക്ക് ഈ ഒരു കേസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസിൻ്റെ സമയത്ത് ഈ അതിജീവിതമാർക്ക് അനുകൂലമായി അല്ലെങ്കിൽ അതിജീവിതമാരെ പിന്തുണയ്ക്കുന്നു എന്ന രൂപേണ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചായക്കപ്പ് പിടിച്ചിരുന്നു. ഒരു ചടങ്ങിലെത്തിയപ്പോഴാണ് അദ്ദേഹം ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ അത് രേഖപ്പെടുത്തി, ഈ വാക്കുകൾ രേഖപ്പെടുത്തി ഒരു ചായക്കപ്പ് പിടിച്ചിരുന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിനു പിന്നാലെ ഈ കേസിലെ ആദ്യ പരാതിക്കാരി പങ്കുവച്ച ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ എഴുതിയ വാചകങ്ങളാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ വാചകങ്ങൾ. ഈ വാചകങ്ങൾ എഴുതിയ ചായക്കപ്പ് പിറ്റേന്നൊരു ഫംഗ്ഷനിൽ പിണറായി വിജയൻ ആ ഒരു വാചകങ്ങൾ എഴുതിയ ചായക്കപ്പിൽ ചായ കുടിക്കുകയും ചെയ്തു. ഇത് അതിജീവിതയ്ക്കുള്ള പിന്തുണയാണെന്ന് അത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെ ആ കപ്പും അദ്ദേഹത്തിൻ്റെ കപ്പിലെഴുതിയ വാചകങ്ങളും ഒക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായതാണ്. ഇതിനെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരു ചായക്കപ്പും പിടിച്ചുകൊണ്ട് ഈ റെയ്ഡിനെയും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ കമൻറ്റുകളിലൊക്കെ ജനങ്ങൾ അത്തരത്തിൽ ഇത് ആരെയോ കുത്തിപ്പറയുന്നത് പോലെ ഉണ്ടല്ലോ, കപ്പ് പിടിച്ച ഫോട്ടോ ഇടാൻ ടൈം ആയോ ഗൈസ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കപ്പ് പിടിക്കാൻ സമയമായി, ഇത്തരത്തിൽ ഈ സമയം തന്നെ ഈ കപ്പിൻ്റെ ഫോട്ടോ ഇടണമോ രാഹുൽ കുറിക്കൊള്ളുന്ന മറുപടി നൽകുന്നതെന്നടക്കമുള്ള കമൻറ്റുകൾ നിറയുകയാണ്. എന്തായാലും ഈ ഒരു പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നതും പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റ് തന്നെയാണെന്ന് വ്യക്തമാണ്. കാരണം കപ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ചായക്കപ്പുമായി വന്നിരിക്കുന്നത് ഇത്തരത്തിൽ പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഇന്ന് രാവിലെയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ വീട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായ മൊഴിയെടുക്കൽ. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം വഴുതക്കാട് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവിടേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയന്റെ മൊഴിയെടുക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വീണ വിജയന്റെ മൊഴിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കണ്ണൂർ പാണ്ഡ്യാലമുക്കിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പരിശോധന നടത്തുകയാണ്. ഈ വീട്ടിൽ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത്. എന്തായാലും കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഈ വീടിന്. പ്രത്യേകിച്ച് കണ്ണൂരിലുള്ള വീട്ടിലേക്ക് തലശ്ശേരി പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അവരും സുരക്ഷ കൊടുക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം അകത്ത് പരിശോധന നടത്തുകയാണ്. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് വീട്ടിൽ പിണറായി വിജയനുമുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനുമുണ്ട്. ഇരുവരുടെ മൊഴി ഇപ്പോൾ പിണറായി വിജയന്റെ മൊഴി എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ വിജയന്റെ മൊഴിയും അല്പസമയത്തിനകം തന്നെ എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മുൻ മന്ത്രിയും ഇപ്പോൾ ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും പരിശോധന നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോഴിക്കോടുള്ള മുഹമ്മദ് റിയാസിന്റെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും പുറമെയാണ് റിയാസിന്റെ വീട്ടിലും കോഴിക്കോടുള്ള വീട്ടിലും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത്. റിയാസിന്റെ കോട്ടുള്ളിയിലെ വീട്ടിലാണ് പരിശോധന. റിയാസ് വീട്ടിലില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. CMRL ഓഫീസിലും ശശിധരൻ കർത്തയുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. 12 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രതിരോധങ്ങൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പ്രതിരോധം ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണ്. അതായത് താൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, ഈ കേസ് വന്ന സമയത്ത് അദ്ദേഹം പ്രതിരോധിച്ചത് രാഷ്ട്രീയപരമായ വേട്ടയാടൽ എന്നായിരുന്നു. ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഇനി അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് അത് രാഷ്ട്രീയ വേട്ടലാണ്. താൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഷ്ട്രീയ വേട്ടയാടൽ നടക്കുന്നതാണ് എന്ന തരത്തിൽ തന്നെയാണോ അദ്ദേഹം പ്രതിരോധം സൃഷ്ടിക്കാൻ പോകുന്നത്?
ഇപ്പോൾ മൊഴിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് BJP നേതാവ് ഷോൺ ജോർജ് അടക്കമുള്ളവർ പറയുന്നത് യാതൊരു തടസ്സവുമില്ലാതെ മറ്റിടപെടലുകളൊന്നുമില്ലാതെ കേസ് നേരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാണ്, അദ്ദേഹം അറസ്റ്റിലാകുമെന്ന് ഷോൺ ജോർജ് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് നിലവിൽ വരുന്നത്. CMRL എക്സാലോജി കേസിൽ ആരോപണ വിധേയനായ അദ്ദേഹത്തിന്റെ മകൾ വീണയും കുടുംബവും വീട്ടിലുണ്ട്. കനത്ത സുരക്ഷയിലാണ് ED ഉദ്യോഗസ്ഥർ വീട്ടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനി പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? EDയുടെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഈ പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെയൊരു നിർദ്ദേശം നൽകുമോ? EDക്കെതിരെ പ്രതിഷേധവുമായി അവർ എത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പുലർച്ചെയോടെയാണ് ED ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയതെന്നാണ് വിവരം. CMRL ഓഫീസിലടക്കം ആകെ 12 പരിശോധന നടത്തുകയാണ്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടടക്കം 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അകത്ത് ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വീടിന് പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാവലുണ്ട്. തോക്കേന്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കാവൽ നിൽപ്പുണ്ട്. എന്തായാലും അകത്ത് ചോദ്യം ചെയ്യലാണോ, പരിശോധനയാണോ, എന്താണ് നടക്കുന്നതെന്ന് ചോദ്യം ഉയരുകയാണ്. എന്തായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നിർണായകമായ വിധി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതായത് EDക്ക് അന്വേഷണം തുടരാം എന്നൊരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ വീട്ടിലുള്ള സമയത്ത് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്, ഇവിടെ പരിശോധന നടത്തുന്നത്. അദ്ദേഹം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ ആ വീട്ടിലുണ്ട്, ഉള്ള സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നതെന്നാണ്. മാത്രമല്ല, പിണറായി വിജയൻ മാത്രമല്ല വീണ വിജയന് വീട്ടിലുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. വിപുലമായ പരിശോധനയിലേക്കും വിപുലമായ തുടർ അന്വേഷണത്തിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണയുടെ മൊഴിയെടുക്കാനാണ് എത്തിയതെന്ന നിഗമനം. കഴിഞ്ഞ ദിവസം ഹർജിയിൽ ഹൈക്കോടതി നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു അന്വേഷണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് വിവരം. CMRLുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളാണ്, കേരളത്തിലെ 12 ഇടങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു. ബാക്കി ഇടങ്ങൾ എവിടെയാണെന്ന് വ്യക്തതയില്ല. കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് കണ്ണൂരും തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ EDയുടെ റെയ്ഡ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 12 ഇടങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. പിണറായിയുടെ തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിലാണ് ED ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പിണറായി വിജയനും മകൾ വീണ വിജയനും ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് സൂചന കിട്ടുന്നത്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി അത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയ്ഡുമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ വീട്ടിലേക്ക്, ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ അറിഞ്ഞതുപോലെ അദ്ദേഹം വാടക വീട്ടിലാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ തുടരുകയായിരുന്നു. നേരത്തെ തന്നെ വഴുതക്കാട് വാടക വീടെടുത്തിരുന്നു. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തന്നെ ആകുമെന്ന പ്രഖ്യാപനം വന്നത്. എന്തായാലും ആ വാടക വീട്ടിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. മാത്രമല്ല, രാഷ്ട്രീയ വിദഗ്ധർ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത് ഈ കേസ് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ പ്രതിയാകുകയും അദ്ദേഹം അറസ്റ്റിലാകുകയും ചെയ്യുന്നതൊക്കെ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിലവിൽ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് BJP നേതാവ് ഷോൺ ജോർജ് അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ കേസിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുഗമമായ അന്വേഷണം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചില തടസ്സങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ശരിയായ രീതിയിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ പിണറായി വിജയൻ അറസ്റ്റിലാകും, പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാണ് എന്നാണ് ഷോൺ ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്.
BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം ശരിവയ്ക്കപ്പെടുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പിണറായിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊരു ചോദ്യവും കൂടി ബാക്കിയാവുകയാണ്. മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വലിയ ആശ്വാസമാകുന്ന വിധി വന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRലും തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്നായിരുന്നു കേരള ഹൈക്കോടതിയുടെ വിധി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു. ഇതോടെ മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ED അന്വേഷണം തുടരും. ED അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് CMRL കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. നേരത്തെ ഇതേ കേസിൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കർശന നടപടികൾ കോടതി തടഞ്ഞിരുന്നു. പുതിയ ഉത്തരവോടെ ഈ തടസ്സവും നീങ്ങും. കമ്പനി ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരാകണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിധി വന്നതോടെ CMRL MD ശശിധരൻ കർത്തെ ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ED വീണ്ടും സമൻസ് അയക്കും.